സെപ്റ്റംബർ 2011 അമേരിക്കയിൽ രാമായണം എന്ന എങ്ങനെയിരിക്കും? മലയാളം ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു രാമായണ എ റിയാലിറ്റി ഷോ. ഇനി കല്യാണം. ജനകൻ തന്റെ പ്ലാൻ മകൾ സീതയോട് പറയുന്നു. നിന്റെ കല്യാണം. I told you I will be married now. I want to do post-graduation and I want to find a person myself. നീ തന്നെ കണ്ടുപിടിച്ചോ, പക്ഷേ അവൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് ബോധ്യം വരണം. And how will that be? യോഗ്യതയുള്ള പയ്യൻ ശിവന്റെ വിധു പുറപ്പെട്ടെ. What? Isn't that the heavy one? Oh, fine. Live coverage of the last episode of Bachelor's Show. Peter has to pick the final choice here. Here are the three finalists. Contestant number 1. Very good at all kinds of sports. Baseball, bowling, golf, sword fight, and 3 years of experience with Nintendo Wii. But the chances are, Peter won't pick him. Contestant number 2. He likes points, 40 years of age. But looks like in his early 30s. Another no for Sita, as she said, boring. Contestant number 3. Dark complexion, but the potential prince of Ayodhya. Sita might be impressed with this guy. Hi. Okay, so what does that mean? I guess so. But there's one thing. If my dad has to pay for the wedding, he has one weird request. What's the request? You just gotta pick up that phone and stretch it. That was simple. Man, what is this made of? രാമനെ രാജാവാക്കാൻ ദശരഥൻ തീരുമാനിക്കുന്ന സമയം. അപ്പോഴാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വന്നത്. ഈ അമേരിക്കൻ പോലീസ് പറഞ്ഞില്ല എന്തെങ്കിലും ക്രൈം ഉണ്ടായിട്ടില്ല, കുറ്റച്ചെറിയില്ല, അവർ കൈക്കൂലി വാങ്ങില്ല. ഡൽഹി പോലീസ് എന്ന് പറഞ്ഞില്ല എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കേസെടുക്കില്ല, കൈക്കൂലി വാങ്ങും. കേരള പോലീസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറ്റം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൈക്കൂലി
ഞാൻ ചായ എടുക്കട്ടെ ചേട്ടാ. എന്താ കടിക്ക് വേണ്ടേ? പഴക്കൂലി ആയിക്കോട്ടെ. ചായക്ക് നല്ല ചൂട് വേണം, അത് ഇത്തിരി ആക്കണം. ഇന്നെന്താ പതിവില്ലാതെ വിശേഷം? നല്ല മൂഡിലാണല്ലോ പ്രിയ പത്നി. ഓ, എന്റെ മോൻ ഇപ്പൊ ആർക്കാ കാണണ്ടേ? ഞാൻ മോൻ ഭരതനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവന് എന്ത് പറ്റി? അവന് രാജാവാകാൻ പറ്റില്ലല്ലോ. അത് പിന്നെ രാമനല്ലേ മൂത്തത്, അവനല്ലേ രാജാവാകേണ്ടത്. ഇത്ര നാളായിട്ടും ഞാൻ ഇങ്ങേരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു ക്രൂസ് വെക്കേഷൻ, ഒരു ഡയമണ്ട് മാല, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇങ്ങനെ പണ്ട് എനിക്കൊരു വരം തന്നത്, മാരുതിക്കാർ വഴിക്ക് വെച്ച് ബ്രേക്കമായപ്പോ ഞാൻ വണ്ടി തള്ളി തന്നത് ഓർമ്മയുണ്ടോ പിള്ളേരടുത്ത്? എനിക്കിപ്പോ ആ വരം വേണം. നിനക്ക് എന്ത് വേണം? രാമനെ 14 വർഷം കാട്ടിലേക്ക് വെക്കേഷൻ വിടണം. പിന്നെ എന്റെ ഭരതനെ രാജാവുമാക്കണം. അയ്യോ, എന്റെ രാമനെ കാട്ടിലോ? നീ എന്നെ പറ്റിച്ചു പറഞ്ഞല്ലോ. ഞാൻ വാക്കു പാലിക്കാം. എനിക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആ മുഹൂർത്തം വരവായി. രാമനെ ദശരഥൻ കാട്ടിലേക്ക് അയക്കുന്നു. ഓനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മയോട് വാക്കു പാലിക്കാൻ നീ 14 വർഷം കാട്ടിൽ പോകണം. ഭരതനെ രാജാവാകണം. Cool. Vacation in the jungle. That sounds like fun. Dad, don't worry. I'm sure I'm gonna like this. Anyway, I think we're camping for a while. Hey, how come Mama gets all the fun? I wanna go too. I don't wanna work. I'll go with him. Me too. But I'm not taking food with him. That would spoil the fun. Okay, I'll take the two of you. Let's pack the backpack. Let's go to Yellowstone. I do. Yellowstone doesn't have 4D covered. Let's go to the colonial one. We need to make a checklist before we pack. Okay? Check mosquito repellent. Check flashlight. Check gaslighter. Check survival for dummies. Check movies and Blu-ray sales. Check EPS. Check. Don't forget the batteries. Check. അടുത്ത 14 വർഷം സംഭവബഹുലമായിരുന്നു. കാര്യങ്ങൾ കാട്ടിലും നാട്ടിലും പാട്ടായി. നമുക്കിനി ഒരു ചാനൽ വാർത്ത ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ സുനീഷ്. യുവസ് വീക്കിലി നോട്ടത്തിന്റെ ഈ ലക്കത്തിലേക്ക് വിളിച്ചുവാട്ടിൽ നിന്നും കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നോക്കാം. ലൈംഗിക യുദ്ധം രൂക്ഷം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരളത്തിന്റെ റിപ്പോർട്ടർ ശ്രീനിയുമായി നമുക്ക് ബന്ധപ്പെടാം. സുനീഷ്, കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വെക്കേഷൻ ഇടയ്ക്കുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അന്ന് രാമൻ വെക്കേഷന് അവർക്ക് ദിവസം ഒരു പാർട്ടി നടത്തിയതും ആ പാർട്ടിക്കിടയിൽ രാവണൻ വന്ന് സിനിമയെ തട്ടിക്കൊണ്ട് പോയത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഏതാണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ പുലർച്ചയോടുകൂടി ഹനുമാന്റെ നേതൃത്വത്തിലുള്ള ടീം നമ്പർ 6 ലങ്ക ചാടിക്കടന്ന് രാവണനെയും കൂട്ടാളികളെയും വച്ചത്. അതല്ല, ലങ്കയിൽ സൂക്ഷിച്ചിരുന്ന വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പൊട്ടിത്തെറിച്ചാണ് അവർ മറ്റൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഇപ്പോൾ ഇവിടെ വിക്ടറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ സംപ്രേഷണം ചെയ്യാൻ പറ്റുന്നില്ല, ഓഡിയോ മാത്രമേ ഉള്ളൂ. ലെറ്റസ് മോറിറ്റ് എന്നുള്ള ഒരു പാട്ടിനെ ബേസ് ചെയ്ത് രാമനും സീതയും മനോഹരമായ നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ കാണാം. ഹലോ.